ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറിയ ഗുണപാഠ കഥയാണ്. രണ്ട് കൂട്ടുകാരുടെ കഥ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുകയാണ്. ആ യാത്രക്കിടയിൽ അവർ തമ്മിലൊരു തർക്കമുണ്ട്. തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. പാവം കൂട്ടുകാരൻ അവൻ ഒരുപാട് വിഷമിച്ചു. എന്നാലും അവനൊന്നും പറയുന്നില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അവർ രണ്ടുപേരും അതിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചളിക്കുഴയിൽ മുങ്ങാൻ തുടങ്ങി. അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. കഷ്ടപ്പെട്ട ആ കൂട്ടുകാരൻ അവിടെ ഇരുന്ന് ആ കല്ലിൽ എഴുതി, ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അടിച്ചതും ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, പിന്നീട് ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നീ അത് എന്തിനാണ് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നാം അത് മണലിൽ എഴുതണം. ക്ഷമയാക്കുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. ആരെങ്കിലും നമ്മൾ നല്ലത് ചെയ്താൽ നാം അത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്ത പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്തുബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാനും മറക്കാനും തയ്യാറാക്കണം. അതുപോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും നാം തയ്യാറാക്കണം. താങ്ക് യു.